ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്തയിലേക്കാണ്. പുതിയ ചരിത്രം കുറിക്കാൻ ആർട്ടിമിസ് 2 ദൗത്യസംഘം ഓറിയോൺ പേടകം ചാന്ദ്ര ആകർഷണ വലയത്തിൽ 1972 അപ്പോളോ 13 സഞ്ചരിച്ച ദൂരത്തേക്കാൾ ആർട്ടിമിസ് 2 സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത. രശ്മി ജയദാസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രശ്മി, ഏറ്റവും ചരിത്രപരമായ ദൗത്യം അത് ഏറ്റവും വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായും നിഷ, ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും SLS റോക്കറ്റിൽ കുതിച്ച ഓറിയോൺ പേടകം ഇപ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് ഇതുവരെ ഏറ്റവും കൂടുതൽ യാത്ര തിരിച്ച സംഘം എന്ന ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർണായകമായ ചരിത്രമാണ് ഓറിയോൺ ദൗത്യസംഘത്തിലെ 4 അംഗ ദൗത്യസംഘം ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ ഭൂമിയിൽ ആരും കാണാത്ത അല്ലെങ്കിൽ ആർക്കും കാണാനാകാത്ത ചന്ദ്രന്റെ മറ്റൊരു ഭാഗം ഈ ദൗത്യസംഘം കാണും. 1970 അപ്പോളോ 13 ദൗത്യസംഘം യാത്ര തിരിച്ചപ്പോൾ പോലും അവർക്ക് ചന്ദ്രന്റെ മറ്റു ഉപരിതലത്തിൽ നിന്ന് വിദൂര ദൃശ്യങ്ങളോ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ദൗത്യസംഘം ചന്ദ്രന്റെ ഇതുവരെ കാണാതിരുന്ന ഭാഗങ്ങളെല്ലാം കാണും. അവർ തങ്ങൾക്കാവും വിധം ചിത്രങ്ങളും ദൃശ്യങ്ങളും ഭൂമിയിലേക്ക് അയക്കും. നിലവിൽ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൗത്യസംഘം 20 മിനിറ്റുകൾക്കുള്ളിൽ ഈ റെക്കോർഡ് ദൂരം മറികടന്ന് ചന്ദ്രന്റെ ഈ ഒരു റെക്കോർഡ് ദൂരത്തിൽ എത്തുന്നതായിരിക്കും നിഷ.